അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, സവോള, കറിവേപ്പില, പച്ചമുളക്, ഇനി അതിലേക്ക് തേങ്ങയും കൂടിയാണ് ആവശ്യമുള്ളത്. ഇത്രയാണ് നമ്മുടെ തോരന് വേണ്ടത്. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ചു, ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇതിലേക്ക് കറിവേപ്പില, ബീട്രൂട്ട്, സവോള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. അപ്പോൾ ആ ബീട്രൂട്ടിലുള്ള വെള്ളം ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ തോരനിവിടെ പെർഫെക്റ്റ് ആകും. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ സമയത്ത് നോക്കുക. ഇല്ല എങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഒത്തിരി കുഴഞ്ഞൊന്നും പോകാതെ പൊടിപൊടിയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ വേണം നമ്മളെപ്പോഴും തോരനെടുക്കാൻ. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റാം.